കുടജാദ്രി കർണാടകത്തിലെ ശിവമോഗ ജില്ലയിൽ പശ്ചിമഘട്ട മലനിരകളിൽ സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 1343 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന അതിമനോഹരവും ആത്മീയ പ്രാധാന്യമുള്ളതുമായ ഒരു കൊടുമുടിയാണ് കുടജാദ്രി. പ്രശസ്തമായ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൻ്റെ പശ്ചാത്തലമായി നിൽക്കുന്ന ഈ മലനിരകളിലാണ് മൂകാംബികാ ദേവിയുടെ മൂലസ്ഥാനമായി കരുതപ്പെടുന്ന ക്ഷേത്രമുള്ളത്. കുടജാദ്രി മലമുകളിൽ പ്രധാനമായും 2 നിർമ്മിതികളാണുള്ളത്. മലമുകളിൽ ജീപ്പ് വന്ന് നിൽക്കുന്ന സ്ഥലത്തിന് അല്പം മുകളിലായി ഒരു ചെറിയ കല്ലിൽ തീർത്ത ക്ഷേത്രമുണ്ട്. ഇത് ആദി മൂകാംബിക ക്ഷേത്രം. ഇത് വളരെ പുരാതനമായ ഒരു നിർമ്മിതിയാണ്. തദ്ദേശീയരായ ആളുകളും ഭക്തരും ചേർന്ന് കാലാകാലങ്ങളായി പരിപാലിച്ചു പോരുന്ന ഒന്നാണിത്. പശ്ചിമഘട്ടത്തിലെ കല്ലുകൾ ഉപയോഗിച്ച് നിർമ്മിച്ച ഒരു ലളിതമായ പരമ്പരാഗത ഘടനയാണിതിന്. പിന്നീടുള്ളത് സർവജ്ഞപീഠമാണ്. കൊടുമുടിയുടെ ഏറ്റവും മുകളിൽ ആദി ശങ്കരാചാര്യർ തപസ് അനുഷ്ഠിച്ച സ്ഥലത്ത് കരിങ്കല്ലിൽ തീർത്ത ഒരു ചെറിയ മണ്ഡപമുണ്ട്. ഇതാണ് സർവജ്ഞപീഠം. കാശ്മീരിലെ ശാരദാപീഠത്തിന് സമാനമായ രീതിയിൽ ചതുരാകൃതിയിൽ ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ആദിശങ്കരൻ്റെ സ്മരണാർത്ഥം പിൽക്കാലത്ത് നിർമ്മിക്കപ്പെട്ടതാണിത്. ആദി മൂകാംബിക ക്ഷേത്രത്തിന് മുൻപിലായി ഏകദേശം 40 അടി ഉയരമുള്ള ഒരു ഇരുമ്പ് സ്തംഭമുണ്ട്. നൂറ്റാണ്ടുകൾ പഴക്കമുണ്ടായിട്ടും തുരുമ്പെടുക്കാത്ത ഈ സ്തംഭം പുരാതന ഇന്ത്യയിലെ ലോഹ സംസ്കരണ വിദ്യയുടെ മികച്ച ഉദാഹരണമാണ്. മലയോര ഗോത്രവർഗക്കാർ അവരുടെ ആയുധങ്ങൾ ഉരുക്കി നിർമ്മിച്ചതാണ് ഇത് എന്നും കരുതപ്പെടുന്നുണ്ട്. കുടജാദ്രിയുടെ ഐതിഹ്യം ആദി ശങ്കരാചാര്യരുമായും മൂകാംബികാ ദേവിയുമായും ആഴത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നു. ജഗദ്ഗുരു ആദി ശങ്കരാചാര്യർ ജ്ഞാനവും ദേവി ദർശനവും തേടി കുടജാദ്രി മലമുകളിൽ കഠിന തപസ്സനുഷ്ഠിച്ചു. അദ്ദേഹത്തിൻ്റെ ഭക്തിയിൽ പ്രസന്നയായ ജഗദംബിക സരസ്വതി ദേവിയുടെ ഭാവത്തിൽ ശങ്കരന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. തൻ്റെ ജന്മനാടായ കേരളത്തിലേക്ക് കൂടെ വരണമെന്ന് ശങ്കരാചാര്യർ ദേവിയോട് അപേക്ഷിച്ചു. ദേവി ഒരു നിബന്ധനയോടെ അത് സമ്മതിച്ചു. ഞാൻ നിന്റെ പിന്നാലെ നടക്കാം, എന്നാൽ നീ ഒരു കാരണവശാലും തിരിഞ്ഞു നോക്കരുത്. തിരിഞ്ഞു നോക്കിയാൽ ഞാൻ അവിടെ ഉറച്ചു പോകും. ശങ്കരൻ മുന്നിലും ദേവി ചിലങ്കകളുടെ ശബ്ദത്തോടെ പിന്നിലുമായി നടന്നു. എന്നാൽ കൊല്ലൂരിലെത്തിയപ്പോൾ ദേവിയുടെ ചിലങ്കയുടെ ശബ്ദം കേൾക്കാതായി. പരിഭ്രാന്തനായ ശങ്കരാചാര്യർ തിരിഞ്ഞു നോക്കുകയും ദേവി അവിടെ, അതായത് ഇന്നത്തെ മൂകാംബികാ ദേവി ക്ഷേത്രത്തിൽ, കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ സ്വയംഭൂവായി ഉറയ്ക്കുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം. അതിനാൽ കുടജാദ്രിയിലെ ആദ്യ മൂകാംബിക ക്ഷേത്രത്തെ ദേവിയുടെ മൂലസ്ഥാനമായും കണക്കാക്കുന്നു. ശങ്കരാചാര്യർ തപസ് ചെയ്ത ചിത്രമൂല ഗുഹ ഇതിനടുത്തായി സ്ഥിതി ചെയ്യുന്നു. ഇവിടെ ഇപ്പോഴും സന്യാസിമാർ ധ്യാനിക്കാറുണ്ട് എന്ന് പറയുന്നു. കൊല്ലൂർ ക്ഷേത്രത്തിലെ പോലെ വലിയ തോതിലുള്ള വഴിപാടുകൾ മലമുകളിലെ ക്ഷേത്രങ്ങളിൽ ഉണ്ടാവാറില്ല. അവിടെ പ്രകൃതിയെയും വനദേവതമാരെയും വണങ്ങി കർപ്പൂരം കത്തിച്ച് പ്രാർത്ഥിക്കുന്നതാണ് സാധാരണ കാണാറുള്ളത്. മലമുകളിലെ ആദ്യ മൂകാംബിക ക്ഷേത്രം സാധാരണയായി രാവിലെ 7:30 മുതൽ വൈകുന്നേരം 6 വരെയാണ് ഉണ്ടാവുക. പകൽ സമയങ്ങളിൽ എപ്പോൾ വേണമെങ്കിലും ദർശനം നമുക്ക് നടത്താവുന്നതാണ്. മുകളിൽ വനമേഖലയായതിനാൽ ഇരുട്ടാകുന്നതിന് മുൻപ് തന്നെ, അതായത് വൈകുന്നേരം 6 മണിക്ക് മുൻപായി ഭക്തർ താഴേക്ക് മടങ്ങേണ്ടതുണ്ട്. വസ്ത്രധാരണ രീതി കൊല്ലൂർ ക്ഷേത്രത്തിലെ പോലെ കടുത്ത വസ്ത്രധാരണ നിയമങ്ങൾ കുടജാദ്രി മലമുകളിലില്ല. എങ്കിലും ഇതൊരു പുണ്യഭൂമിയായതിനാൽ മാന്യമായ വസ്ത്രങ്ങൾ ധരിക്കുവാൻ ശ്രദ്ധിക്കുക. മലകയറ്റവും ഓഫ് റോഡ് യാത്രയും ഉള്ളതിനാൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും സൗകര്യപ്രദമായ വസ്ത്രങ്ങൾ, നല്ല ഗ്രിപ്പുള്ള ചെരുപ്പുകളോ ഷൂസോ ധരിക്കുന്നതാണ് എപ്പോഴും ഉചിതം. കേരളത്തിൽ നിന്ന് വരുന്നവർ ആദ്യം കൊല്ലൂരിൽ എത്തുന്നതാണ് ഏറ്റവും എളുപ്പ വഴി. കൊല്ലൂരിൽ നിന്നും കുടജാദ്രിയിലേക്ക് ഏകദേശം 38 കിലോമീറ്റർ ദൂരമാണുള്ളത്. ജീപ്പ് മാർഗമാണ് ഏറ്റവും ജനപ്രിയമായിട്ടുള്ള വഴിയുള്ളത്. കൊല്ലൂർ മൂകാംബിക ക്ഷേത്ര പരിസരത്ത് നിന്നും രാവിലെ 6 മണി മുതൽ ഉച്ചയ്ക്ക് 3 മണി വരെ കുടജാദ്രിയിലേക്ക് ഓഫ് റോഡ് ജീപ്പുകൾ ലഭ്യമാണ്. കല്ലും കുഴിയും നിറഞ്ഞ കഠിനമായ പാതയിലൂടെയുള്ള ഈ ജീപ്പ് യാത്ര ഒരു സാഹസിക അനുഭവം തന്നെയാണ്. ഒരാൾക്ക് ഷെയർ ബേസിസിൽ നിശ്ചിത തുക വാടക നൽകി ഈ ജീപ്പുകളിൽ പോകാം. ജീപ്പുകാർ നിങ്ങളുടെ മലമുകളിലെ ക്ഷേത്രത്തിന് സമീപം ഇറക്കി തരും. അവിടെ ദർശനം കഴിഞ്ഞ് സർവജ്ഞപീഠം വരെ നടന്നു കയറാൻ അവർ നിശ്ചിത സമയം പറയും, ഏകദേശം 2 മണിക്കൂറിന് മുകളിൽ. ആ ശേഷം അതേ ജീപ്പിൽ തന്നെ കൊല്ലൂരിലേക്ക് നമുക്ക് മടങ്ങാവുന്നതാണ്. സാഹസികത ഇഷ്ടപ്പെടുന്നവർക്ക് കൊല്ലൂരിൽ നിന്നും ബസ് മാർഗം നിട്ടൂര് അല്ലെങ്കിൽ കട്ടിനഹൊള എന്ന ബേസ് വില്ലേജിൽ എത്തിച്ചേരാം. ഇവിടെ നിന്നും ട്രെക്കിങ്ങും കാൽനട മാർഗമായിട്ടൊക്കെ അവിടെയുള്ള വനപ്പാതയിലൂടെ, അതായത് ഹിൽഡ്മൈൻ ഫാൾസ് ഒക്കെ വഴി 4-5 മണിക്കൂർ കാട് കയറി കുടജാദ്രി മലമുകളിൽ ട്രെക്കിങ് അഥവാ കാൽനട മാർഗവും എത്തിച്ചേരാം.
ട്രെയിൻ മാർഗമാണെങ്കിൽ കേരളത്തിൽ നിന്ന് വരുന്നവർക്ക് കൊങ്കൺ റെയിൽവേയിലുള്ള മൂകാംബിക റോഡ് അല്ലെങ്കിൽ ബൈണ്ടൂർ റോഡാണ് ഏകദേശം അടുത്തുള്ള ഏകദേശം 60 കിലോമീറ്ററാണ് ഇവിടുന്ന് അങ്ങോട്ടേക്കുള്ളത് ഉണ്ടാവുക. കുന്താപുരയാണെങ്കിൽ 80 കിലോമീറ്റർ ദൂരമാണ് ഉണ്ടാവുക. റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി അവിടെ നിന്ന് ബസ് അല്ലെങ്കിൽ ടാക്സി മാർഗം കൊല്ലൂരിൽ എത്തിച്ചേരാം. ഏറ്റവും അടുത്തുള്ള വിമാനത്താവളം എന്ന് പറയുന്നത് മംഗലാപുരം അന്താരാഷ്ട്ര വിമാനത്താവളമാണ്. 180 കിലോമീറ്ററാണ് കുടജാദ്രിയിൽ നിന്നുള്ളത്. കരിപ്പൂർ കണ്ണൂർ വിമാനത്താവളവും കേരളത്തിൽ നിന്നുള്ളവർക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. എങ്കിലും ദൂരക്കൂടുതലനുസരിച്ച് ഏറ്റവും ഉചിതമായിട്ടുള്ള വഴികൾ ഏവരും തിരഞ്ഞെടുക്കുകയും ശ്രദ്ധിക്കുക. അപ്പം സാധനാപദത്തിനൊപ്പം വളരെ പ്രശസ്തമായിട്ടുള്ള ഈ സ്ഥലത്തിലേക്ക് നമ്മുടെ യാത്രികർക്ക് ശാരീരികപരമായിട്ടും ഒക്കെ ഉള്ള ക്ഷമതയുള്ളവർക്കൊക്കെ ഈ ക്ഷേത്രം കണ്ട് വരുന്നതിന് സമയം നമ്മൾ ക്രമീകരിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതനുസരിച്ച് താല്പര്യമുള്ളവർക്ക് ഏവർക്കും ഈ ക്ഷേത്രം അല്ലെങ്കിൽ ഈ ഒരു കുടജാദ്രി എന്ന് പറയുന്ന ട്രെക്കിംഗ് സ്പോട്ട് ചൂസ് ചെയ്ത് പോയിട്ട് വരുന്ന അവസരമുണ്ടാവുന്നതാണ്. അപ്പോൾ ഏവർക്കും സ്വാഗതം.